ആറുവരിപ്പാത എന്ന സ്വപ്ന പദ്ധതിക്ക് താഴെ ദുരിതമനുഭവിച്ച ഓട്ടോ ഡ്രൈവറുടെയും കുടുംബത്തിന്റെയും ദുരിത ജീവിതത്തിന് ഇപ്പോൾ പരിഹാരമായിരിക്കുകയാണ്. മലബാർ ടൈംസ് വാർത്ത നൽകിയതിനെ തുടർന്ന് ദേശീയപാത അതോറിറ്റി നിർമ്മാണ കമ്പനിയും എടരിക്കോട് ഗ്രാമപഞ്ചായത്ത് അധികൃതരും സ്ഥലം സന്ദർശിച്ച് മജീദിന്റെ വീടിന്റെ സുരക്ഷാ മതിൽ നിർമ്മിച്ചു നൽകാമെന്നാണ് അധികൃതർ നൽകിയ ഉറപ്പ്. ഇതോടെ മലബാർ ടൈംസ് നൽകിയ വാർത്ത പൊതുജനമധ്യത്തിൽ ഏറെ സ്വീകാര്യമായിരിക്കുകയാണ്. ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തുന്ന ഓട്ടോ ഡ്രൈവറുടെ ദുരിതകഥ ദിവസങ്ങൾക്ക് മുമ്പാണ് മലബാർ ടൈംസ് പ്രേക്ഷകരിലേക്ക് മുന്നിലെത്തിച്ചത്. ആറുവരിപ്പാത എന്ന സ്വപ്ന പദ്ധതിക്ക് താഴെ സ്വന്തമായൊരു വീട് നിർമ്മിക്കാൻ കഴിയാത്ത മജീദിന്റെ തീരാ ദുരിതം പൊതുസമൂഹത്തിലേക്ക് എത്തിയതോടെ അധികൃതർ ഇടപെടുകയായിരുന്നു. മലപ്പുറം എടരിക്കോട് ചെറുചോലയിലെ അബ്ദുൽ മജീദിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാമെന്ന് ഇപ്പോൾ ഉറപ്പു നൽകിയിരിക്കുകയാണ് അധികൃതർ. ദേശീയപാത നിർമ്മാണ കമ്പനിയായ KNRCയുടെ പ്രതിനിധി ശേഷു, എടരിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫസലുദ്ദീൻ തയ്യിൽ, വാർഡ് അംഗം K മജീദ് എന്നിവരാണ് മജീദിന്റെ വീടും പരിസര ഭാഗങ്ങളും സന്ദർശിച്ചത്. തറവാട് വീടിനോട് ചേർന്ന് ഏറെ ഉയരത്തിലൂടെയാണ് ആറുവരിപ്പാത കടന്നു പോകുന്നത്. താഴെയുള്ള ഡ്രെയിനേജ് സംവിധാനമാണ് കുടുംബത്തിന് തീരാ ദുരിതം തീർത്തത്. മഴ പെയ്യുന്നതോടെ മണ്ണും പാതയിൽ നിന്നുള്ള മലിനജലവും മുറ്റത്തേക്കും കിണറിലേക്കും ഒഴുകിയെത്തും. പാതയ്ക്ക് താഴെ സർവീസ് റോഡ് ഉണ്ടാകുമെന്ന അധികൃതരുടെ ഉറപ്പും പാഴ്വാക്കായി മാറി. പുതിയ വീടിനായി ഒരുക്കിയ തറയ്ക്കടിയിലൂടെ തറവാടിന്റെ മുറ്റത്തേക്കാണ് വെള്ളം ഒഴുകിയെത്തിയിരുന്നത്. 2 വർഷമായി ദുരിതമനുഭവിക്കുന്ന തങ്ങൾക്ക് മലബാർ ടൈംസ് വാർത്തയാണ് തുണയായതെന്ന് അബ്ദുൽ മജീദ് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ചാനലിലെ ന്യൂസ് വന്നതിന്റെ ശേഷം എടരിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും KNRC ഉദ്യോഗസ്ഥരും ഇന്നലെ ഇവിടെ വന്നു. അവർ പറഞ്ഞത് ഈ ഭാഗം ഞങ്ങൾ ഒരു സൈഡ് പ്രൊട്ടക്ഷൻ എന്നുള്ള ലെവലിൽ കെട്ടി പൊന്തിച്ചു തരാം, വയ്യ നിങ്ങൾ നിലന്നൊരു കൂണി വെച്ച് കണ്ട് ഇറക്കി തരണം എന്നാണ് പറഞ്ഞത്. നമ്മൾക്ക് ഇപ്പൊ നിങ്ങളെ പോലുള്ള ചാനലോ കാര്യങ്ങളൊക്കെ വരുമ്പോഴോ ഇത് സംസാരിക്കുമ്പോഴോ നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടായി കിട്ടുന്നു. അതിൽ വലിയ സന്തോഷമുണ്ട്. ഇത്രയെങ്കിലും ചെയ്യാൻ അവര് തയ്യാറായി കിട്ടിയതുകൊണ്ട്. കാരണം നമ്മൾ 2.5 വർഷം പൊടിയും മറ്റേതൊക്കെ തിന്ന് ഈ ചളിയിലാണ് മഴക്കാലത്ത്, വേനൽക്കാലമായിരുന്നെങ്കിൽ പൊടിയായിരുന്നു. ഇത്രയും ദുരിതം അനുഭവിച്ചാലാണ് ഇവിടെ ഉള്ള ആളുകൾ 2.5 വർഷം. അപ്പൊ നമുക്കിപ്പോ താൽക്കാലം ഇടക്കാല ആശ്വാസം എന്നുള്ള ലെവലിൽ ഒരു മതിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ തൽക്കാലം മണ്ണ് മറയിലും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ആവും. വീട് പണിന്റെ കാര്യങ്ങൾ നമുക്ക് ആലോചിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ സാധനം മേലെ ഇറക്കി എങ്ങനെയൊക്കെ ഇറക്കിക്കാണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനുള്ള സാഹചര്യം ഇത്രയെങ്കിലും ആയി എന്നുള്ള ഒരു വലിയ സന്തോഷം തന്നെയാണ്. മഴ കുറയുന്നതോടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കും. എത്രയും പെട്ടെന്ന് പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് അധികൃതരുടെ തീരുമാനം. താൽക്കാലികമായി വീട് നിൽക്കുന്ന ഭാഗത്ത് വെള്ളം ഇറങ്ങാതിരിക്കാൻ മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ കല്ലും മണ്ണും കൊണ്ടും ഉയർത്തിയിരിക്കുകയാണ്. ടൈംസ് കോട്ടക്കൽ. ഏവിയേഷൻ, ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം. അതും 10 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് 300-ൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8075764120 9946653040.